വീടുകളിലും കാണും ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും മിച്ചം വരിക എന്നുള്ളത്. അപ്പൊ ഈ മിച്ചം വന്ന ചോറ് കൊണ്ട് ഞാൻ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമില്ലാതെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. തരികളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് റവപ്പൊടി ചേർത്ത് കൊടുക്കാമേ. ഇനി കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ട് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് തന്നെ കുഴച്ച് കൊടുത്തു കേട്ടോ. നന്നായി കുഴച്ചെടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ അതൊക്കെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് ഞാൻ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി പരത്തി ഒന്ന് ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഉഴുന്നുവട പോലെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണണേ. എല്ലാം ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് വേണേ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ. ചൂടായ എണ്ണയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിലല്ല കേട്ടോ ഞാൻ വറുത്ത് കോരുന്നത്. കുറച്ച് എണ്ണയിൽ ഞാൻ കുറേശ്ശെ ഇട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ പാത്രം കാലിയാവുന്നതും അറിയില്ല, കുട്ടികളുടെ വയറ് നിറയുന്നതും അറിയില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.